കഥ ആരംഭിക്കുന്നത് ഒരു നിബിഡ വനത്തിലാണ്. അന്തരീക്ഷത്തിൽ ഭയത്തിന്റെ ഒരു കരിമ്പടം പുതച്ചു നിൽക്കുന്ന ആ കാട്ടിലൂടെ പ്രായം കുറഞ്ഞ സെർസിയും അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മെലാരയും നടക്കുകയാണ്. അവരുടെ മുഖത്തെ പരിഭ്രമവും ആകാംക്ഷയും വളരെ വ്യക്തമായി കാണാം. കാടിന്റെ ഭയാനകമായ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മെലറ വളരെ ശബ്ദം താഴ്ത്തി ഭയത്തോടെ പറഞ്ഞു, "നമ്മളിവിടെ ഒറ്റയ്ക്ക് വരരുതായിരുന്നു." അവളുടെ വാക്കുകളിൽ നേരിയ വിറയലുണ്ടായിരുന്നുവെങ്കിലും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സെർസി അവളോട് ചോദിച്ചു, "അതെന്താ? നിന്റെ അച്ഛൻ ഇക്കാര്യമറിഞ്ഞാൽ?" എന്ന് മെലറ പകുതിക്ക് വെച്ച് നിർത്തി. സെർസി വളരെ ആത്മവിശ്വാസത്തോടെയും അല്പം അഹങ്കാരത്തോടെയും മറുപടി പറഞ്ഞു, "നമ്മളിവിടെ വന്ന കാര്യം അദ്ദേഹം ഒരിക്കലും അറിയില്ല." "പക്ഷെ അദ്ദേഹം അറിഞ്ഞാൽ?" എന്ന് മെലറ വീണ്ടും ഭയത്തോടെ പറഞ്ഞു. പെട്ടെന്ന് സെർസി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു, "എന്റെ അച്ഛനെ നീ ഭയക്കേണ്ടതില്ല." അവർ വീണ്ടും ആ കാട്ടിലൂടെ മുന്നോട്ടു നടന്നു. ദൂരെ ഒരു ചെറിയ കുടിലിൽ നിന്നും പുക ഉയരുന്നത് അവർ കണ്ടു. ആ കാഴ്ച കണ്ട് വല്ലാതെ ഭയന്ന മെലറ വീണ്ടും ചോദിച്ചു, "നിനക്ക് ഉറപ്പാണോ?" "അതേ" എന്ന് സെർസി അങ്ങേയറ്റം ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് അവർ ആ കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. മാഗിയുടെ ആ കുടിലിനുള്ളിൽ വലിയൊരു തീ കത്തുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്നും വിവിധതരം പച്ചമരുന്നുകളും ചെടികളും തൂക്കിയിട്ടിരിക്കുന്നു. ആ അന്തരീക്ഷം വളരെ ഭയാനകവും നിഗൂഢത നിറഞ്ഞതുമായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു വലിയ അലർച്ച കേട്ടു. അതിനു പിന്നാലെ മാഗി ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറഞ്ഞു, "പുറത്തുപോ." ഭയന്നു വിറച്ച മെലാര തിരിഞ്ഞുകൊണ്ട് സെർസിയോട് പറഞ്ഞു, "നമുക്ക് പോകാം." പക്ഷേ സെർസി ഒട്ടും കുലുങ്ങാതെ അവിടെ തന്നെ നിന്നുകൊണ്ടില്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. മാഗി വീണ്ടും പറഞ്ഞു, "നിന്റെ സുഹൃത്ത് പറയുന്നത് കേൾക്കൂ." സെർസി തികഞ്ഞ ധിക്കാരത്തോടെ മാഗിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങൾ ഭയപ്പെടുത്തുന്നവളാണെന്നാണ് അവർ പറഞ്ഞത്. പൂച്ചയുടെ പല്ലുകളും 3 കണ്ണുകളുമുള്ളവൾ എന്ന്. എന്നാൽ നിങ്ങളെ കണ്ടിട്ട് യാതൊരു പേടിയും തോന്നുന്നില്ല. നിങ്ങൾ വളരെ വിരസയാണ്." മാഗി ഒരു നിമിഷം അവളെ ഉറ്റുനോക്കിക്കൊണ്ട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, "ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നിങ്ങളൊരു മന്ത്രവാദിനിയാണെന്നും നിങ്ങൾക്ക് ഭാവി കാണാൻ കഴിയുമെന്നും എനിക്കറിയാം. എന്റെ ഭാവി പറയൂ." എന്ന് സെർസി അധികാരസ്വരത്തിൽ ആവശ്യപ്പെട്ടു. മാഗി പരിഹാസത്തോടെ പറഞ്ഞു, "എല്ലാവർക്കും അവരുടെ ഭാവി അറിയണം. അവരുടെ ഭാവി എന്താണെന്ന് അറിയുന്നതുവരെ മാത്രം." സെർസിയുടെ ദേഷ്യം വർദ്ധിച്ചു. അവൾ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു, "ഇത് എന്റെ അച്ഛന്റെ സാമ്രാജ്യമാണ്. എന്റെ സാമ്രാജ്യം. എന്റെ ഭാവി പറയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിരസമായ 2 കണ്ണുകളും ഞാൻ ചൂഴ്ന്നെടുക്കും." ഇതുകേട്ട് മാഗി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. തുടർന്ന് അവൾ മൂർച്ചയേറിയ ഒരു കത്തി സെർസിക്ക് നേരെ നീട്ടി. "നിന്റെ രക്തം. എനിക്കൊരു രുചി തരൂ." എന്ന് മാഗി ആവശ്യപ്പെട്ടു. സെർസി ഒട്ടും മടിക്കാതെ ആ കത്തിയെടുത്ത് സ്വന്തം തള്ളവിരൽ മുറിച്ചു. മാഗി പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ച് ആ മുറിവിൽ നിന്നും രക്തം വലിച്ചു കുടിക്കാൻ തുടങ്ങി. തുടർന്ന് മാഗി അവളോട് പറഞ്ഞു, "നിനക്ക് 3 ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ഉത്തരങ്ങൾ നിനക്കിഷ്ടപ്പെടില്ല." സെർസി തന്റെ ഭാവി അറിയാനുള്ള അതിയായ ആഗ്രഹത്തോടെ അവളുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, "രാജകുമാരനുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴാണ് വിവാഹിതരാകുക?" മാഗി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വ്യക്തമായി മറുപടി പറഞ്ഞു, "നീ ഒരിക്കലും ആ രാജകുമാരനെ വിവാഹം കഴിക്കില്ല. നീ ഒരു രാജാവിനെ വിവാഹം കഴിക്കും." അത് കേട്ട് ആകാംക്ഷയോടെ സെർസി വീണ്ടും ചോദിച്ചു, "പക്ഷെ ഞാൻ രാജ്ഞിയാകുമോ?" "ഓ അതെ, നീ രാജ്ഞിയാകും. കുറച്ചു കാലത്തേക്ക്. അതിനുശേഷം മറ്റൊരുവൾ വരും. നിന്നേക്കാൾ പ്രായം കുറഞ്ഞ കൂടുതൽ സുന്ദരിയായ ഒരുവൾ. നിന്നെ താഴെയിറക്കാനും നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം തട്ടിയെടുക്കാനും." എന്ന് മാഗി അർത്ഥഗർഭമായി മറുപടി പറഞ്ഞു. സെർസി തന്റെ അടുത്ത ചോദ്യം ചോദിച്ചു, "രാജാവിനും എനിക്കും കുട്ടികളുണ്ടാകുമോ?" മാഗി വളരെ ഗൗരവത്തോടെ പറഞ്ഞു, "ഇല്ല. രാജാവിന് 20 കുട്ടികളുണ്ടാകും. നിനക്ക് 3 കുട്ടികളും." ഇത് മനസ്സിലാകാതെ സെർസി പറഞ്ഞു, "അതിൽ യാതൊരു അർത്ഥവുമില്ല." ഇത്രയും പറഞ്ഞുകൊണ്ട് മാഗി ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സെർസിയുടെ മുറിവേറ്റ തള്ളവിരലിൽ നിന്നും രക്തം തുള്ളികളായി താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഭയത്തിന്റെ നെല്ലിപ്പലക കണ്ട മെലറ അവിടുന്ന് ഓടിമാറാൻ ശ്രമിച്ചുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു, "വരൂ, നമുക്ക് പോകണം." അവിടെ നിന്നും ഒറ്റയടിക്ക് വർത്തമാനകാലത്തേക്ക് മാറുകയാണ്. കിങ്സ് ലാൻഡിംഗിന്റെ ഹൃദയഭാഗത്ത് ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിന് പുറത്തു നടക്കുന്ന വലിയൊരു രാജകീയ വിലാപയാത്രയിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. തികച്ചും വികാരഭരിതമായ ഒരു അന്തരീക്ഷം. സെർസി അവളുടെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി വലിയ പടവുകൾ കയറാൻ തുടങ്ങി. അവൾ ആ വലിയ ഹാളായ ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ടൈവിനിന്റെ മൃതദേഹം പൂർണ്ണ ബഹുമതികളോടെ കിടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് മുകളിൽ കൈകൊണ്ട് മനോഹരമായി വരച്ച കല്ലുകൾ വെച്ചിരുന്നു. ആ വലിയ ഹാളിലെ അന്തരീക്ഷം വളരെ നിശബ്ദവും ശോകമൂകവുമായിരുന്നു. ജൈമെ ആ മൃതദേഹത്തിന് കാവലായി വളരെ ദുഃഖത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. സെർസി അവന്റെ അടുത്തേക്ക് നടന്നു. അവൾ വളരെ നിരാശയോടെ ജൈമയോട് പറഞ്ഞു, "നീ ഒരു കിങ്സ് ഗാർഡ് ആകണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇതാ നീ ഇവിടെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് കാവൽ നിൽക്കുന്നു." ജൈമെ തികഞ്ഞ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, "പുറത്തു നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ്. അദ്ദേഹം ശരിക്കും മരിച്ചുവെന്നുറപ്പാക്കാൻ അവരൊരു രാത്രി മുഴുവൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ കല്ലുകൾ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ ഇല്ലാതാക്കാൻ തുടങ്ങും." സെർസിയുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി. അവൾ കടുത്ത സ്വരത്തിൽ പറഞ്ഞു, "അവർക്കിതിൽ യാതൊരു പങ്കുമില്ല. നമ്മുടെ അച്ഛനെ കൊന്ന ആ മനുഷ്യൻ, അവനാണ് നമ്മളെ തകർത്തത്. അവനാണ് ശത്രു. ഞാൻ വർഷങ്ങളായി നിന്നോട് പറയുന്നുണ്ടായിരുന്നു. നീ വർഷങ്ങളായി അവനെ സംരക്ഷിക്കുകയായിരുന്നു. ആ ചെറിയ രാക്ഷസൻ ജീവനോടെ എവിടെയോ ഉണ്ട്. നീയാണോ അവനെ സ്വതന്ത്രനാക്കിയത്?" ജൈമെ യാതൊരു മറുപടിയും നൽകിയില്ല. അവന്റെ ആ നിശബ്ദത
അവളുടെ ദേഷ്യം കൂട്ടി. സെർസി പല്ലിറുമ്മിക്കൊണ്ട് പറഞ്ഞു, ടിരിയൻ ഒരു രാക്ഷസനായിരിക്കാം, പക്ഷെ അവൻ നമ്മുടെ അച്ഛനെ കൊന്നത് മനഃപൂർവ്വമാണ്. ഇത്രയും പറഞ്ഞ ശേഷം സെർസി ടൈവിനിന്റെ നെറ്റിയിൽ ഒരു അവസാന ചുംബനം നൽകി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. തുടർന്ന് പെന്റോസിലെ തിരക്കേറിയ ഒരു തുറമുഖത്തിന്റെ ദൃശ്യം. അവിടെ വലിയൊരു മരപ്പെട്ടി വെച്ചിരിക്കുന്നു. ജോലിക്കാർ കയറുകൾ വലിച്ചു കെട്ടുകയും വ്യാപാരികൾ ഭാരമുള്ള പെട്ടികൾ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ആ മരപ്പെട്ടിയുടെ ദ്വാരത്തിലൂടെ പുറത്തെ മരങ്ങൾ കാണാമായിരുന്നു. ആ പെട്ടി താഴെ വെച്ച് തുറന്നപ്പോൾ അതിൽ നിന്നും വിയർത്തൊലിച്ച രൂപത്തിൽ ടിരിയൻ കിതച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. വാരിസ് അവനെ വളരെ ദയനീയമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വാരിസ് വളരെ ശാന്തനായി മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അവർ നിങ്ങളെ പിടികൂടിയാൽ അവർ എന്നെയും പിടികൂടും. നിങ്ങളെ ആ ശപിക്കപ്പെട്ട പെട്ടിയിൽ ഉപേക്ഷിച്ചതിൽ എനിക്ക് വലിയ കുറ്റബോധമൊന്നും തോന്നുന്നില്ല. ടിരിയൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു, പെന്റോസ്? വാരിസ് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഒരു സഹപ്രവർത്തകന്റെ വീട്, ഇലീറിയോ മോപ്പാറ്റിസ്. വെങ്കലത്തിൽ തീർത്ത ആ ഭീമാകാരമായ ഹാർപ്പി പ്രതിമ പിരമിഡിന്റെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചിടുകയാണ്. ഈ ദൃശ്യം വലിയ മാറ്റങ്ങളുടെയും വരാനിരിക്കുന്ന കലാപങ്ങളുടെയും ഒരു സൂചന നൽകുന്നു. മീറിനിലെ ഒരു വേശ്യാലയത്തിന് പുറത്ത് വൈറ്റ് റാറ്റ് എന്ന പേരുള്ള ഒരു അൺസുലീഡ് സൈനികൻ ഒരു വേശ്യയുടെ അടുത്തേക്ക് നടന്നുചെന്ന് അവൾക്കൊരു നാണയം നൽകി. അവൾ അവനെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ വസ്ത്രങ്ങൾ പതുക്കെ അഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ഇരുട്ടിൽ നിന്നും വന്ന ഒരു കത്തി അവന്റെ കഴുത്തറുത്തു. രക്തം വാർന്നു പിടയുന്ന വൈറ്റ് റാറ്റ് മുകളിലേക്ക് നോക്കിയപ്പോൾ സൺസ് ഓഫ് ദ ഹാർപ്പി അംഗമായ ഒരാൾ മുഖംമൂടി ധരിച്ച് കത്തിയുമായി നിൽക്കുന്നത് അവൻ കണ്ടു. ഈ സംഭവത്തിന് ശേഷം മീറിനിലെ ഗ്രേറ്റ് പിരമിഡിന്റെ ഉള്ളിലാണ് അടുത്ത രംഗം. സ്വർണ്ണ നിറത്തിലുള്ള ഒരു സൺസ് ഓഫ് ദ ഹാർപ്പി മുഖംമൂടി അവിടുത്തെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഡെനരീസ് വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, സൺസ് ഓഫ് ദ ഹാർപ്പി? ബരിസ്താൻ വളരെ വിനയത്തോടെ മറുപടി പറഞ്ഞു, അതെ മഹാറാണി, അവർ അത് മൃതദേഹത്തിന് മുകളിൽ വെച്ചിട്ടാണ് പോയത്. ഡെനരീസിന്റെ മുഖത്ത് കോപം നിറഞ്ഞു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആളുടെ പേരെന്തായിരുന്നു? ഗ്രേവോം സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു, വൈറ്റ് റാറ്റ്, മഹാറാണി. ഡെനരീസ് വളരെ ആദരവോടെ ഉത്തരവിട്ടു, അവനെ പൂർണ്ണ ബഹുമതികളോടെ അടക്കം ചെയ്യണം, പരസ്യമായി, ടെമ്പിൾ ഓഫ് ദ ഗ്രേസസിൽ വെച്ച്. ഡെനരീസ് വളരെ ക്രൂരമായ ഒരു ചിരിയോടെ പറഞ്ഞു, ഇത് ചെയ്തവരെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരിക. കഥാഗതി ഇപ്പോൾ അതിശൈത്യം നിറഞ്ഞ കാസിൽ ബ്ലാക്കിലേക്ക് മാറുന്നു. കോടമഞ്ഞും ഇരുളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജോൺ സ്നോ ഒരു വാളെടുത്ത് ഓളിയുമായി കഠിനമായ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ജോൺ തന്റെ വാൾ ഓളിയുടെ കഴുത്തിന് നേരെ വെച്ചു. ജോൺ നിർദ്ദേശിച്ചു, നിന്റെ പരിച ഉയർത്തിപ്പിടിക്ക്. ഓലി കിതച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന് നല്ല ഭാരമുണ്ട്. ജോൺ ഗൗരവത്തോടെ അവനെ ഓർമ്മിപ്പിച്ചു, അതിന് ഭാരമില്ലായിരുന്നെങ്കിൽ അതൊരു വാളിനെ തടയില്ലായിരുന്നു, വേഗം ഉയർത്തിപ്പിടിക്ക്. ജോൺ പെട്ടെന്ന് ഓലിയെ തള്ളിയിട്ടു. എന്റെ നേരെ ആക്രമിക്കാൻ വാ, നിന്റെ പരിച ഉയർത്തിപ്പിടിക്കണം. ഗില്ലി സാമിനോട് ചോദിച്ചു, നിങ്ങളും പരിശീലനം ചെയ്യേണ്ടതല്ലേ? സാം അഭിമാനത്തോടെ മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ പുതിയതായി വന്ന ഒരാളല്ലല്ലോ. ഒരു വൈറ്റ് വാക്കറിനെയും ഒരു ദെന്നെയും കൊന്നിട്ടുണ്ടെന്ന് എത്ര സഹോദരന്മാർക്ക് പറയാൻ കഴിയും? ചരിത്രത്തിൽ തന്നെ ആദ്യത്തെയാളായിരിക്കും ഞാൻ. ആ സമയത്ത് സർ അലൈസർ അതുവഴി നടന്നുപോയി. അയാൾ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഈ മനുഷ്യർക്ക് കർശനമായ ഒരു നിയന്ത്രണം ആവശ്യമാണ്. അയാൾ അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഗില്ലി ഭയത്തോടെ പറഞ്ഞു, അയാൾ എന്നെ വെറുക്കുന്നു. നമ്മളെ പറഞ്ഞയക്കാൻ അവരെ അനുവദിക്കരുത്. സാം അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും ഉറപ്പുള്ള കാര്യമല്ല. സർ ഡെനിസ് മാലിസ്റ്റർ 20 വർഷമായി ഷാഡോ ടവറിന്റെ കമാൻഡറാണ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്നാണ് ആളുകൾ പറയുന്നത്. അദ്ദേഹം സർ ആലിസർക്കെതിരെ മത്സരിക്കുന്നുണ്ട്. ഗില്ലി അവനെ തടഞ്ഞുകൊണ്ട് വീണ്ടും അപേക്ഷിച്ചു, നമ്മളെ പറഞ്ഞയക്കാൻ അവരെ അനുവദിക്കരുത്. സാം അവൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ എവിടെ പോയാലും ഞാനും വരും. ഓലി ഇപ്പോൾ കൂടുതൽ ആവേശത്തോടെ ആക്രമിക്കുകയാണ്. ജോൺ അവനെ പ്രോത്സാഹിപ്പിച്ചു, പരിച ഉയർത്തിപ്പിടിക്ക്. ജോൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മെലിസാൻഡ്രെ നിൽക്കുന്നത് അവൻ കണ്ടു. മെലിസാൻഡ്രെ വളരെ ഗൂഢമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, രാജാവിന് നിന്നോട് സംസാരിക്കണം. തുടർന്ന് അവർ ദ വോളിന്റെ മുകളിലേക്കുള്ള എലിവേറ്ററിൽ കയറി. ചുറ്റും മരവിപ്പിക്കുന്ന തണുപ്പാണ്. ജോൺ വളരെ അസ്വസ്ഥതയോടെ മെലിസാൻഡ്രയെ നോക്കി. ജോൺ സംശയത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് തണുക്കുന്നില്ലേ? മെലിസാൻഡ്രെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു, ഒരിക്കലുമില്ല. ദൈവത്തിന്റെ അഗ്നി എന്റെ ഉള്ളിലുണ്ട്. അവൾ അവന്റെ കൈപിടിച്ച് തന്റെ മുഖത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, തൊട്ടുനോക്കൂ. ജോൺ അവളുടെ മുഖത്ത് സ്പർശിച്ചപ്പോൾ ആ ചൂട് അവൻ അനുഭവപ്പെട്ടു. മെലിസാൻഡ്രെ അവനോട് വളരെ സ്വകാര്യമായി ചോദിച്ചു, നീ ഒരു കന്യകനാണോ? ജോൺ മറുപടി പറഞ്ഞു, അല്ല. അതുകേട്ട് അവൾ തൃപ്തിയോടെ പറഞ്ഞു, കൊള്ളാം. അവർ എലിവേറ്റർ വഴി മുകളിലെത്തി. അതിശക്തമായ കാറ്റും മഞ്ഞും
വീശിയടിക്കുന്നു. മെലിസാൻഡ്രെ രാജാവിനെ പരിചയപ്പെടുത്തി. മഹാരാജാവെ, വിന്റർഫെല്ലെ അവിഹിത സന്തതി. ജോൺ മുട്ടുകുത്തി സ്റ്റാനിസിനെ അഭിവാദ്യം ചെയ്തു. സ്റ്റാനിസ് അവനെ എഴുന്നേൽക്കാൻ ആംഗ്യം കാണിച്ചു. സ്റ്റാനിസ് വളരെ ഗൗരവത്തോടെ ചോദിച്ചു, ഇപ്പോൾ വിന്റർഫെൽ ഭരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ജോൺ മറുപടി നൽകി, റൂസ് ബോൾട്ടൺ. സ്റ്റാനിസ് ദേഷ്യത്തോടെ അവനെ ഓർമ്മിപ്പിച്ചു, റോബ് സ്റ്റാർക്കിന്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയ വഞ്ചകൻ. നിനക്കവനോട് പകരം വീട്ടണ്ടേ? ജോൺ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മഹാരാജാവേ, പക്ഷെ ഞാനിപ്പോൾ നൈറ്റ്സ് വാച്ചിലെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു അംഗമാണ്. ഡാവോസ് അവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരന്മാരോട് സംസാരിച്ചിരുന്നു. അവരിൽ പലർക്കും നിന്നെ വലിയ കാര്യമാണ്. ജോൺ ചെറുചിരിയോടെ പറഞ്ഞു, അവരൊക്കെ നല്ല മനുഷ്യരാണ്. ടൈവിൻ ലാനിസ്റ്റർ മരിച്ചു. ഞാൻ റൂസ് ബോൾട്ടണിന്റെ തല കൊയ്ത് ഒരു കുന്തത്തിൽ നാട്ടിവെക്കും. പക്ഷേ എനിക്ക് വിന്റർഫെൽ കീഴടക്കണമെങ്കിൽ കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്. ജോൺ ഓർമ്മിപ്പിച്ചു, നൈറ്റ്സ് വാച്ചിലെ ആളുകൾ ഒരു യുദ്ധത്തിലും പങ്കെടുക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. സ്റ്റാനിസ് അക്ഷമയോടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വൈൽഡ്ലിങ്സിനെക്കുറിച്ചാണ് പറയുന്നത്. ജോൺ അത്ഭുതത്തോടെ ചോദിച്ചു, മഹാരാജാവേ, വൈൽഡ്ലിങ്സ് നിങ്ങളുടെ സൈന്യത്തോടൊപ്പം മാർച്ച് ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്റ്റാനിസ് തന്ത്രപരമായി പറഞ്ഞു, അവർ എന്നെ പിന്തുടരാമെന്ന് സത്യം ചെയ്താൽ നമ്മൾ വിന്റർഫെൽ പിടിച്ചെടുക്കും. നോർത്ത് കീഴടക്കി കഴിഞ്ഞാൽ ഞാൻ അവരെ ഈ രാജ്യത്തെ പൗരന്മാരായി പ്രഖ്യാപിക്കും. അവർക്ക് ജീവിക്കാൻ ഞാൻ ഭൂമി നൽകും. മാൻസ് എന്റെ മുന്നിൽ മുട്ടുകുത്തി വിധേയത്വം പ്രഖ്യാപിച്ചാൽ ഞാൻ അവർക്ക് ജീവനും സ്വാതന്ത്ര്യവും നൽകാം. ജോൺ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, അതൊരിക്കലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാനിസ് ചോദിച്ചു, നീ അവനെ ബഹുമാനിക്കുന്നുണ്ടല്ലേ? ജോൺ മറുപടി പറഞ്ഞു, അതെ. സ്റ്റാനിസ് കൽപ്പിച്ചു, അവന് നിന്നെ വലിയ ഇഷ്ടമാണ്. മുട്ടുകുത്താൻ അവനെ നീ സമ്മതിപ്പിക്കണം. ജോൺ പരിഭ്രമത്തോടെ ചോദിച്ചു, എനിക്ക് എത്ര സമയമുണ്ട്? സ്റ്റാനിസ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സന്ധ്യ വരെ. സാൻസ, ലിറ്റിൽ ഫിംഗർ എന്ന ബെയ്ലീഷ്, യോൺ റോയ്സ് എന്നിവർ ചേർന്ന് റോബിൻ വാളെടുത്ത് പരിശീലിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. പരിശീലനത്തിൽ റോബിൻ ദയനീയമായി പരാജയപ്പെടുന്നു. മാസ്റ്റർ ഓഫ് ആംസ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, വാൾ ഉയർത്തിപ്പിടിക്കൂ, ആക്രമിക്കൂ പ്രഭോ, ആക്രമിക്കൂ, നിങ്ങളുടെ കാലുകൾ പിണയരുത്. ആ സമയത്ത് ഒരു സ്ക്വയർ വന്ന് ബെലിഷിന് ഒരു കുറിപ്പ് നൽകി. ബെയ്ലീഷ് ആ കുറിപ്പ് വായിച്ച ശേഷം വളരെ ശാന്തനായി പറഞ്ഞു, ചില ആൺകുട്ടികൾ വളരെ പതുക്കെയാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അവൻ ഇപ്പോഴും ചെറുപ്പമല്ലേ. തുടർന്ന് അയാൾ സാൻസയ്ക്ക് നേരെ കൈനീട്ടി അവളെ ആ വാൾപ്പയറ്റ് നടക്കുന്നിടത്തു നിന്നും കൂട്ടിക്കൊണ്ടുപോയി. മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു പാതയിലേക്ക് മാറുന്നു. പോഡ്രിക് ചെന്ന് ബ്രിയന്നിന്റെ അടുത്തിരുന്നു. അവൾ തന്റെ വാൾ വളരെ ശ്രദ്ധയോടെ മൂർച്ച കൂട്ടുകയായിരുന്നു. ആ സമയം അതുവഴി അതിവേഗത്തിൽ ഒരു കുതിരവണ്ടി കടന്നുപോയി. അതിൽ സാൻസായും ബെലിഷുമായിരുന്നു. സാൻസ സംശയത്തോടെ പറഞ്ഞു, നമ്മൾ ഫിംഗേഴ്സിലേക്കാണ് പോകുന്നതെന്നാണ് നിങ്ങൾ ലോർഡ് റോയ്സിനോട് പറഞ്ഞത്. ബെലിഷ് ഒരു ഗൂഢമായ ചിരിയോടെ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സാൻസ വീണ്ടും ചോദിച്ചു, പക്ഷെ നമ്മൾ പടിഞ്ഞാറോട്ടാണല്ലോ പോകുന്നത്? ബെലിഷ് സമ്മതിച്ചു, അതെ. സാൻസ ആകാംക്ഷയോടെ ചോദിച്ചു, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ബെലിഷ് വളരെ ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു, ഇവിടെ നിന്നും ഒരുപാട് അകലെയുള്ള ഒരു നാട്ടിലേക്ക്. അവിടെ സെർസി ലാനിസ്റ്ററിന് പോലും നിന്നെ തൊടാൻ കഴിയില്ല. വീണ്ടും കിങ്സ് ലാൻഡിംഗ്. പശ്ചാത്തലത്തിൽ ലോറാസ് സംസാരിക്കുന്നത് കേൾക്കാം. അവന്റെ സംസാരം വെറുമൊരു വിലാപചടങ്ങിലെ ഉപചാരവാക്കുകളായിരുന്നു. ലോറാസ് വളരെ നാടകീയമായി പറഞ്ഞു, ഇത് ഞങ്ങളെല്ലാവരെയും വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. നിങ്ങളുടെ പിതാവ് വളരെ വലിയൊരു ശക്തിയായിരുന്നു. തീർച്ചയായും അദ്ദേഹം അങ്ങനെയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ നമുക്ക് മനസ്സിലാക്കിത്തരുമായിരുന്നു അദ്ദേഹം എത്രത്തോളം കരുത്തനായ വ്യക്തിയാണെന്ന്. എന്തൊരു വലിയ ശക്തി. സെർസി ഒരു ദീർഘനിശ്വാസത്തോടെ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഈ നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി. സെർസി അവിടെ നിന്നും പടവുകളിറങ്ങി താഴേക്ക് നടന്നു. അപ്പോൾ ഗ്രാൻഡ് മേസ്റ്റർ പയസൽ അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, എന്റെ അഗാധമായ അനുശോചനങ്ങൾ മഹാറാണി. സെർസി അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ ചെരുപ്പില്ലാത്ത ഒരു സന്യാസിയുടെ വസ്ത്രം ധരിച്ച ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. അത് ലാൻസൽ ലാനിസ്റ്റർ ആയിരുന്നു. ലാൻസൽ വിളിച്ചു, മഹാറാണി. സെർസി കുറച്ചുനേരം അവനെ സൂക്ഷിച്ചു നോക്കി. ലാൻസൽ പറഞ്ഞു, എന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അപ്പോൾ കേവൻ ലാനിസ്റ്റർ അവിടെ എത്തി പറഞ്ഞു, എന്റെ മകന്റെ ഈ രൂപത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സെർസി പറഞ്ഞു, അതൊന്നും സാരമില്ല അമ്മാവ. ലാൻസൽ അവിടെ നിന്നും നടന്നുപോയി. കേവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, അവർ സ്വയം സ്പാരോസ് എന്നാണ് വിളിക്കുന്നത്. വെറും മതഭ്രാന്തന്മാർ. മതത്തിന് തീർച്ചയായും അതിന്റേതായ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ. ടൈവിൻ ജീവിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും തലസ്ഥാനത്തേക്ക് വരില്ലായിരുന്നു. സെർസി വളരെ കൂളായി പറഞ്ഞു, ഇതൊക്കെ എന്തായാലും അവൻ വേഗം തന്നെ ഇതിൽ നിന്നൊക്കെ മാറുമെന്നെനിക്കുറപ്പുണ്ട്. സെർസി അവിടെ നിന്നും മാറി ഒറ്റയ്ക്കിരിക്കാനായി ഒരു മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ലാൻസൽ അവിടെ എത്തി അവളെ അഭിവാദ്യം ചെയ്തു. സെർസി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിലുണ്ടായ നിന്റെ മുറിവുകളൊക്കെ ഭേദമായെന്ന് തോന്നുന്നു. ലാൻസൽ വളരെ ശാന്തനായി മറുപടി പറഞ്ഞു, എനിക്ക് ഭേദമാകേണ്ടിയിരുന്നത് എന്റെ പുറത്തെ മുറിവുകളല്ലായിരുന്നു. സെർസി ചോദിച്ചു, എനിക്ക് നിനക്കുവേണ്ടി എന്തു ചെയ്യാൻ കഴിയും? ലാൻസൽ യാചനാസുരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കെന്നോട് ക്ഷമിക്കാൻ കഴിയും. സെർസി അതിശയത്തോടെ ചോദിച്ചു, എന്റെ ക്ഷമ അർഹിക്കാൻ മാത്രം നീ എന്തു തെറ്റാണ് ചെയ്തത്?
ചെയ്തത്? ലാൻസൽ പറഞ്ഞു, ഞാനാണ് നിങ്ങളെ അന്ധകാരത്തിലേക്ക് നയിച്ചത്. സെർസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇതുവരെ ആരെയും എങ്ങോട്ടും നയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാൻസൽ പാപബോധത്തോടെ ഏറ്റുപറഞ്ഞു, നമ്മുടെ ആ പ്രകൃതിവിരുദ്ധമായ ബന്ധങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ പ്രലോഭിപ്പിച്ചു. പിന്നെ തീർച്ചയായും ആ രാജാവ്, അദ്ദേഹത്തിന്റെ പന്നിവേട്ട, അദ്ദേഹത്തിന്റെ വൈൻ. സെർസി ഒന്നും അറിയാത്തതുപോലെ ഭാവം നടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താണ് പറയുന്നതെന്നെനിക്കറിയില്ല. ലാൻസൽ തന്റെ പുതിയ മാറ്റത്തെക്കുറിച്ച് വിശദീകരിച്ചു, ഞാനിപ്പോൾ പഴയ ആളല്ല. ദൈവത്തിന്റെ പ്രകാശത്തിൽ എനിക്ക് സമാധാനം ലഭിച്ചു. നിങ്ങൾക്കും അത് ലഭിക്കും. അവർ നമ്മളെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. കരുണയോ അല്ലെങ്കിൽ നീതിയോ നൽകാൻ തയ്യാറായി. അവരുടെ ലോകം വളരെ അടുത്താണ്. നിങ്ങളുടെ പിതാവിന്റെ ആത്മാവിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സെർസി പുച്ഛത്തോടെ ഉച്ചത്തിൽ ചിരിച്ചു. അവൾ വീണ്ടും വൈൻ കുടിച്ചു. ലാൻസൽ അവിടെ നിന്നും നടന്നുപോയി. വീണ്ടും പെന്റോസ്. ടിരിയൻ ഒരു ഗ്ലാസ് വൈനുമായി ബാൽക്കണിയിൽ നിൽക്കുകയാണ്. വാരീസ് അവന്റെ അടുത്തേക്ക് വന്നു. ടിരിയൻ അവനെ കളിയാക്കിക്കൊണ്ട് വിളിച്ചു, നപുംസകൻ, ചിലന്തി, രഹസ്യങ്ങളുടെ യജമാനൻ. വാരീസ് തിരിച്ചടിച്ചു, കുള്ളൻ, പകുതി മനുഷ്യൻ. ടിരിയൻ തന്റെ ഗ്ലാസ് ഉയർത്തിക്കാണിച്ചു. വാരീസ് ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് മരിക്കാൻ ഇതിലും വേഗത്തിലുള്ള വഴികളുണ്ട്. ടിരിയൻ ഒരു സുപ്രധാന ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ സ്വതന്ത്രനാക്കിയതെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ല. വാരീസ് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ടു. ടിരിയൻ ചോദിച്ചു, നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാമായിരുന്നു. വാരീസ് അപകടം നിറഞ്ഞ ഒരു ചിരിയോടെ പറഞ്ഞു, കിങ്സ്ലെയറിന്റെ ആവശ്യം നിരസിക്കുകയോ? വളരെ അപകടം നിറഞ്ഞൊരു കാര്യം. ടിരിയൻ വാദിച്ചു, എന്നെ വിട്ടയക്കുന്നതിനേക്കാൾ അപകടമല്ലാതെ നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്ഥാനം എല്ലാം നിങ്ങൾ പണയപ്പെടുത്തി. എന്തിന്? നിങ്ങൾ എന്റെ കുടുംബാംഗമല്ല. നിങ്ങൾക്കെന്നോട് ഒരു കടപ്പാടുമില്ല. വേരി സത്യം തുറന്നു പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്തത്. ഞാൻ 7 കിങ്ഡംസിനു വേണ്ടിയാണ് ചെയ്തത്. ടിരിയൻ സ്വയം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മദ്യപാനിയായ ഒരു കുള്ളൻ ഒരിക്കലും 7 കിങ്ഡംസിന്റെ രക്ഷകനാകില്ല. വാരീസ് പറഞ്ഞു, ഞാൻ രക്ഷകരിൽ വിശ്വസിക്കുന്നില്ല. വരാനിരിക്കുന്ന യുദ്ധത്തിൽ കഴിവുള്ള മനുഷ്യർക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടിരിയൻ നിരാശയോടെ പറഞ്ഞു, നിങ്ങൾ വേറെ ഒരു സൈനികനെ കണ്ടുപിടിക്കേണ്ടിവരും. എനിക്ക് വെസ്ട്രോസുമായി ഇനിയൊരു ബന്ധവുമില്ല. വെസ്ട്രോസിന് എന്നോടും. വാരീസ് അവനെ പ്രോത്സാഹിപ്പിച്ചു, നിങ്ങൾക്ക് അഭിനന്ദനാർഹമായ നിരവധി ഗുണങ്ങളുണ്ട്. എന്നാൽ സ്വയം സഹതപിക്കുക എന്നത് അതിലൊന്നല്ല. അധികാരമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ കുറച്ചു ഭാഗ്യമുള്ള ഏതു വിഡ്ഢിക്കും സാധിക്കും. എന്നാൽ അത് സ്വയം നേടിയെടുക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. വാരീസ് ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങൾ അയറൺ ത്രോണിൽ ഇരുന്നാൽ നിങ്ങൾ ഈ രാജ്യത്ത് ദുരിതം വിതയ്ക്കുമോ? ടിരിയൻ തീർത്തു പറഞ്ഞു, ഞാനൊരിക്കലും അയറൺ ത്രോണിൽ ഇരിക്കാൻ പോകുന്നില്ല. വാരീസ് തന്ത്രപൂർവ്വം തന്റെ പദ്ധതി വെളിപ്പെടുത്തി, ഇല്ല, നിങ്ങളിരിക്കില്ല. എന്നാൽ ആ പടവുകൾ കയറി ആ സിംഹാസനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയും. 7 കിങ്ഡംസിന് ടോമൻ നേക്കാൾ കരുത്തനായ, എന്നാൽ സ്റ്റാനിസ് നേക്കാൾ സൗമ്യനായ ഒരാളെ വേണം. ഉയർന്ന പ്രഭുക്കന്മാരെ ഭയപ്പെടുത്താനും ജനങ്ങളെ പ്രചോദിപ്പിക്കാനും കഴിയുന്ന ഒരു ഭരണാധികാരി. ശക്തമായ ഒരു സൈന്യവും ശരിയായ കുടുംബപ്പേരുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരി. ടിരിയൻ ചോദിച്ചു, അവനെ കണ്ടുപിടിക്കാൻ എന്റെ ആശംസകൾ. വാരീസ് ഒരു ചെറുചിരിയോടെ പറഞ്ഞു, അവനെയെന്ന് ആരാണ് പറഞ്ഞത്? എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എലിറിയോയുടെ ഈ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞ് മദ്യപിച്ചു മരിക്കാം, അല്ലെങ്കിൽ എന്നോടൊപ്പം മീരീനിലേക്ക് വന്ന് ഡെനേറിസ് ടാർഗേരിയനെ കണ്ട് ഈ ലോകത്തിനു വേണ്ടി പോരാടണോ എന്ന് തീരുമാനിക്കാം. മീരീനിലെ തെരുവുകളിൽ അൺസൊലീഡ് സൈനികർ പട്രോളിംഗ് നടത്തുകയാണ്. രാജകീയ പ്രൗഢിയോടെയിരിക്കുന്ന മഹാറാണിയോട് ഹിസ്ദാർ സോ ലോറാക് പറഞ്ഞു, യുങ്കയിലേക്കുള്ള ദൗത്യം വലിയൊരു വിജയമായിരുന്നു. അധികാരം സ്വതന്ത്രർക്കും മുൻ അടിമ ഉടമകൾക്കും ഒരുപോലെ പ്രാതിനിധ്യമുള്ള ഒരു മൂപ്പന്മാരുടെ സമിതിക്ക് കൈമാറാൻ യുങ്കയിലെ വൈസ് മാസ്റ്റേഴ്സ് സമ്മതിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തീരുമാനത്തിനായി കൊണ്ടുവരും. ഡെനറിസ് തൃപ്തിയോടെ പറഞ്ഞു, നല്ലത്. ഹിസ്ദാർ അല്പം ആശങ്കയോടെ പറഞ്ഞു, അവർ ചില വിട്ടുവീഴ്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡെനറിസ് ചോദിച്ചു, വിട്ടുവീഴ്ചകളോ? ഹിസ്ദാർ അവരുടെ ആവശ്യം അവതരിപ്പിച്ചു. അവർ അടിമത്തം തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നില്ല. ആ പോരാട്ടവേദികൾ വീണ്ടും തുറക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഡെനറിസ് ഞെട്ടലോടെ ചോദിച്ചു, പോരാട്ടവേദികളോ? അടിമകൾ മറ്റ് അടിമകളുമായി മരിക്കുന്നതുവരെ പോരാടിയ ആ വേദികളോ? ഹിസ്ദാർ അത് ന്യായീകരിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ പുതിയ ലോകത്ത് സ്വതന്ത്രരായ മനുഷ്യർ മറ്റ് സ്വതന്ത്രരായ മനുഷ്യരുമായി പോരാടും. ഡാരിയോ തന്റെ വാൾ ഉറയിൽ നിന്നും ഊരി ഡെനറിസിനെ നോക്കി പുഞ്ചിരിച്ചു. ഹിസ്ദാർ വീണ്ടും തുടർന്നു, നിങ്ങൾ സ്വതന്ത്രരാക്കിയ ആ പോരാളികൾ തന്നെയാണ് ഈയൊരു അവസരത്തിനു വേണ്ടി അപേക്ഷിക്കുന്നത്. അവരിൽ ചിലരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നെ ചോദിക്കാവുന്നതാണ്. ഡെനറിസ് ഒട്ടും വഴങ്ങാതെ പറഞ്ഞു, പോരാട്ടവേദികൾ വേണ്ട. ഹൈജ്ദർ വീണ്ടും നിർബന്ധിച്ചു, അത് തുറക്കുന്നത് നിങ്ങൾ അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് യുൻകയിലെയും മേരീനിലെയും ജനങ്ങളെ കാണിക്കാൻ സഹായിക്കും. ഡെനറിസ് വെറുപ്പോടെ പറഞ്ഞു, മനുഷ്യരെ വെച്ചുള്ള ഈ കോഴിപ്പോര് ആചാരത്തെ ഞാൻ ബഹുമാനിക്കുന്നില്ല. അവൾ ദേഷ്യത്തോടെ തന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. ഡാരിയോ അവളുടെ പിന്നാലെ വന്നു. ഡെനറിസ് പറഞ്ഞു, അവന് എന്നിൽ നിന്നും എന്താണ് വേണ്ടതെങ്കിലും അതവന് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ആ പോരാട്ടവേദികൾ വീണ്ടും തുറക്കുമെന്ന് അവനങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഡാരിയോ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ പോരാട്ടവേദികൾ തുറക്കണം. ഡെനറിസ് ഞെട്ടലോടെ ചോദിച്ചു, എന്ത്? എല്ലാവർക്കും നിങ്ങളെ പേടിയാണോ? എനിക്കൊഴികെ. ലോകമെമ്പാടും നിങ്ങൾ
ആയിരക്കണക്കിന് ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ അവർ ഉടൻ ആക്രമിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശക്തി തെളിയിക്കുക. ഡെനേരീസ് അവകാശവാദത്തോടെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അൺസുലീഡിനെക്കൊണ്ട് തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്നത്. ഡാരിയോ അത് പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു. സ്വർണം നിറഞ്ഞ ഒരു പെട്ടിയുണ്ടെങ്കിൽ ആർക്കും ഒരു അൺസുലീഡ് സൈന്യത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞ്. നിങ്ങൾ അൺസുലീഡിന്റെ മാതാവല്ല, നിങ്ങൾ ഡ്രാഗണുകളുടെ മാതാവാണ്. ഡെനേരീസ് വല്ലാത്തൊരു നിസ്സഹായതയോടെ പറഞ്ഞു. ഇനിയൊരു കുട്ടിയുടെ എല്ലുകൾ എന്റെ കാലിനടിയിൽ കൊണ്ടുവന്നിടുന്നത് എനിക്ക് കാണാൻ വയ്യ. ആഴ്ചകളായി ആരും ഡ്രോഗോണിനെ കണ്ടിട്ടില്ല. അവൻ ലോകത്തിന്റെ പകുതിയോളം ദൂരം പറന്നുപോയിട്ടുണ്ടാകാം. എനിക്കിപ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഡാരിയോ അവളെ ഓർമ്മിപ്പിച്ചു. ഡ്രാഗണുകളില്ലാത്ത ഒരു ഡ്രാഗൺ രാജ്ഞി യഥാർത്ഥത്തിൽ ഒരു രാജ്ഞിയല്ല. ഈ സംഭാഷണത്തിന് ശേഷം ഡെനേറീസ് ആ വലിയ ഇരുട്ടറയിലേക്ക് പോയി. അവിടെയാണ് അവളുടെ ഡ്രാഗണുകളെ പാർപ്പിച്ചിരുന്നത്. ചങ്ങലകൾ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അവൾ സ്നേഹത്തോടെ വിളിച്ചു, വിസേറിയൻ, റേഗൽ. പൂർണ്ണ വളർച്ചയെത്തിയ ആ 2 വലിയ ഡ്രാഗണുകൾ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ അലറുകയും അവൾക്ക് നേരെ തീ തുപ്പുകയും ചെയ്തു. ഡെനേരീസ് ഭയത്തോടെ അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. ശാന്തമാകൂ. എന്നാൽ അവർ വീണ്ടും അലറുകയും തീ തുപ്പുകയും ചെയ്തുകൊണ്ടിരുന്നു. ഭയന്നു വിറച്ച ഡെനേരീസ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വീണ്ടും കാസിൽ ബ്ലാക്കിലേക്ക് മാറുന്നു. അവിടെ നൈറ്റ്സ് വാച്ച് അംഗങ്ങൾ വലിയൊരു ചിതയൊരുക്കുകയായിരുന്നു. അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു ദൃശ്യം. ജോൺ സ്നോ മാൻസിന്റെ സെല്ലിലേക്ക് പ്രവേശിച്ചു. മാൻസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ആദ്യം കണ്ടുമുട്ടുമ്പോൾ നീ എന്റെ തടവുകാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ അവസാന കൂടിക്കാഴ്ചയിൽ. ജോൺ അവനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാകണമെന്നില്ല. മാൻസ് ഉറപ്പിച്ചു പറഞ്ഞു, അല്ല, പക്ഷെ അങ്ങനെയായിരിക്കും. ജോൺ ചോദിച്ചു, സ്റ്റാനിസിന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? മാൻസ് പറഞ്ഞു, ഞാൻ മുട്ടുകുത്തണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം ഫ്രീ ഫോക്ക് അയാൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്നും. ഞാൻ അയാളെ ഒരു കാര്യത്തിൽ സമ്മതിക്കും. അയാൾ നല്ല ധൈര്യശാലിയാണ്. ജോൺ ചോദിച്ചു, ഒരു രാജാവ് ധൈര്യശാലിയായിരിക്കേണ്ടതല്ലേ? മാൻസ് സമ്മതിച്ചു, ഓ അതെ, ഞാൻ അയാളെ ബഹുമാനിക്കുന്നു. അയാൾക്ക് വേണ്ടത് കിട്ടിയാൽ കഴിഞ്ഞ 100 വർഷമായി അയൺ ത്രോണിലിരുന്ന വിഡ്ഢികളേക്കാൾ നല്ലൊരു ഭരണാധികാരിയായി അയാൾ മാറുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അയാളെ സേവിക്കില്ല. ജോൺ അവനെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ഒരു അധിനിവേശത്തിന് വന്നതല്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ജനങ്ങൾ ഒരുപാട് രക്തം ചിന്തിക്കഴിഞ്ഞുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. മാൻസ് പറഞ്ഞു, അത് ശരിയാണ്. എന്നാൽ അവർ സ്റ്റാനിസ് ബരാത്യനു വേണ്ടിയും രക്തം ചിന്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വിദേശിയുടെ യുദ്ധത്തിനു വേണ്ടി ഞാൻ എന്റെ ജനങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നതെന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വീണ്ടും വിശദീകരിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ജോൺ വാതിൽക്കലേക്ക് നടന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നു. ജോൺ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാൻസ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റേതായ തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം മാത്രമായിരുന്നു ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ജോൺ തലകുലുക്കി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. പുറത്ത് ഭയപ്പെടുത്തുന്ന തണുപ്പും ഇരുട്ടും. നൈറ്റ്സ് വാച്ച് അംഗങ്ങൾ മാൻസിനെ സ്റ്റാനിസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സ്റ്റാനിസ് പറഞ്ഞു, മാൻസ് റെയ്ഡർ, നീ കിങ് ബിയോണ്ട് ദ വാൾ എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്ററോസിന് ഒരേയൊരു രാജാവേ ഉള്ളൂ. മുട്ടുകുത്തുക, ഞാൻ നിനക്ക് മാപ്പ് നൽകാം. മാൻസ് നൈറ്റ്സ് വാച്ച് ചങ്ങലയിട്ട് നിർത്തിയിരിക്കുന്ന ടോർമെന്റ് ഉൾപ്പെടെയുള്ള ഫ്രീ ഫോക്കിനെ നോക്കി. തുടർന്ന് അവൻ ജോൺ സ്നോയെ നോക്കി. മാൻസ് വളരെ ശാന്തനായി മറുപടി പറഞ്ഞു, വർഷങ്ങളോളം ഇതെന്റെ വീടായിരുന്നു. വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും നേരുന്നു. സ്റ്റാനിസ് തലകുലുക്കി. അയാളുടെ പടയാളികൾ മാൻസിനെ ആ വലിയ കത്തുന്ന ചിതയിലേക്ക് കൊണ്ടുപോയി അതിൽ കെട്ടിയിട്ടു. മെലിസാന്ദ്രെ ആ ചിതയുടെ മുന്നിലേക്ക് നടന്നു ചെന്നു. മെലിസാന്ദ്രെ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു, പുരുഷനോ സ്ത്രീയോ ചെറുപ്പമോ പ്രായമുള്ളവരോ പ്രഭുവോ കർഷകനോ ആകട്ടെ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഒന്നാണ്. നമ്മൾ പ്രകാശത്തെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഇരുട്ടിനെ. അവൾ ഒരു വലിയ പന്തം കയ്യിലെടുത്തു. മെലിസാന്ദ്രെ വീണ്ടും തുടർന്നു, ഫ്രീ ഫോക്ക്, ഈ ലോകത്ത് ഒരേയൊരു യഥാർത്ഥ രാജാവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് സ്റ്റാനിസ് എന്നാണ്. ഇതാ ഇവിടെ നിൽക്കുന്നത് നുണകളുടെ രാജാവാണ്. ഇരുട്ടിനെ തിരഞ്ഞെടുക്കുന്നവരുടെ വിധി കണ്ടുപിടിക്കുക. അവൾ ആ ചിതയ്ക്ക് തീ കൊളുത്തി. തീനാളങ്ങൾ അവന്റെ കാലുകളിലേക്കെത്തിയപ്പോൾ മാൻസ് വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. അവൻ വേദന കൊണ്ട് നിലവിളിക്കാൻ പോകുകയായിരുന്നു. ആ സമയത്ത് അത് സഹിക്കാൻ കഴിയാതെ ജോൺ സ്നോ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയും അവിടെ നിന്നും മാൻസിന്റെ നെഞ്ചിലേക്ക് കൃത്യമായി ഒരമ്പ് എയ്യുകയും ചെയ്തു. ആ അമ്പ് തറച്ച് മാൻസ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അതുവഴി അവന് ആ അഗ്നിപരീക്ഷയിൽ നിന്നും ശാശ്വതമായ ഒരു മോചനം ലഭിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.